വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അയ്യോ, നമ്മളിപ്പോ ഏതോ കാട്ടിക്കൂടാണ് നടക്കുന്നത്. വീട്ടിൽ പോയി ചോറും ചമ്മന്തിയും മുട്ടയും പൊരിച്ചതും കഴിക്കണോ? ഹലോ ഗൈസ്, ഇന്ന് ഞായറാഴ്ച ഫാമിലി ആയിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പം നല്ല കാറ്റുണ്ട്. നമ്മൾ നടക്കേണ്ടത് അതുവഴിയാണ്. ഇവിടെ ഒരു പാത്തുണ്ട് നടക്കാൻ, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ അതുവഴി നടക്കാനെന്ന് വിചാരിച്ചിരിക്കണം. അപ്പം ഞങ്ങൾ കാറിൽ ഇവിടെ അഡിഡാസിൻ്റെ ഒരു ഓഫീസാണ് അഡിഡാസിൻ്റെ. അപ്പോൾ അവിടെ കൊണ്ടാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇനി ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് അതുവഴി നടക്കാൻ പോവാണ്. ഒരു മണിക്കൂർ നമുക്ക് നടന്നിട്ടുണ്ട്. എന്നാൽ ശരി, നമുക്ക് നടക്കാൻ പോയാലോ? വാ ഗൈസ്, നമ്മളിപ്പോൾ ഏതോ കാട്ടിക്കൂടാണ് നടക്കുന്നത്. ഏതോ കാട് വഴി നമുക്കറിയില്ല. നോക്ക് അങ്ങോട്ട് നോക്ക്, ഏതോ കാട്. സോ ഇതെവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് ഒരു പിടിയുമില്ല. നമുക്ക് എന്തായാലും നടന്നു നോക്കാം എവിടെ വരെ എത്തും. ഈ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ബൈർഷെ സ്റ്റാർട്ട് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അവരാണ് ഈ ബെഞ്ച് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ പേര് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ നമുക്ക് നടക്കാനൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ബെഞ്ച് വെച്ചേക്കുന്നത്. ഇതാ ഇങ്ങോട്ട് വേണേലും പോകാം. പക്ഷേ ഇത് റോഡാണ്. പക്ഷെ ഇപ്പം ഇവിടെ കണ്ടില്ല, ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങോട്ട് പോയാൽ വേറൊരു സിറ്റിയിലോട്ടാണ് പോകുന്നത്. ദാ ഇത് നോക്ക്, അപ്പനും മക്കളും കൂടെ അടിയുണ്ടാക്കുന്നു. ഇത് എന്തുവാ? ആ, അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇങ്ങോട്ട് പോവാമെന്ന്. എവിടെ എത്തുമെന്നൊന്നും അറിയത്തില്ല, നടന്നു നോക്കാം. പക്ഷെ പിന്നെ ഇവിടെ നടക്കേണ്ടവർക്ക് ഇഷ്ടം പോലെ വഴികൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഏത് കാട്ടിൻ്റെ ഇടയിൽ കൂടെ വേണേലും നമുക്ക് നടന്നു പോകാൻ പറ്റും. അതിനിവിടെ ഒരു പഞ്ഞവും ഇല്ല. അതുകൊണ്ട് ഇവിടുത്തുകാർക്ക് ഈ നടത്തം, ഹൈക്കിങ്, ട്രെക്കിങ് എല്ലാം ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ. അതെന്തു വെച്ചാ, ഓ ഇതെന്തുവാ? ഓ എന്തിൻ്റെ പൂവാ? ആ, ഇനിയിപ്പോൾ പൂക്കളൊക്കെ വരും. മരത്തിനെല്ലാം പൂക്കൾ വരും. തടികളൊക്കെ വെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ നമ്പറുകളൊക്കെ ഇട്ട് വെട്ടി കണക്കുണ്ട് ഇതിനെല്ലാം. നല്ല സുഖമുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാൻ. ഇന്നാണെങ്കിൽ പക്ഷെ ഇച്ചിരി വെയിൽ കുറവാണ്. അതുകൊണ്ട് ഇച്ചിരി തണുപ്പും കാറ്റും ഉണ്ട്. പക്ഷേ നല്ല വെതറ, അങ്ങനെ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് അധികം ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് വേർക്കത്തില്ല. പക്ഷെ നമുക്ക് നല്ല രസമില്ല. ഇവിടെ കുറേ ഫാം ലാൻഡ്സ് ഒക്കെ ഉണ്ട്. നല്ല നമുക്ക് കാണാൻ കണ്ണിന് കുളിർമയുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. തണുപ്പച്ചപ്പൊക്കെ കാണാം. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് ജർമ്മനിയിൽ ഭയങ്കര വലിയ കുറ്റമാണ്. അതാണ് എൻ്റെ മോള് പറയുന്നത്. ദേ ഇവിടെ ഒരാൾ മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ പടർന്നു കയറുന്ന പായൽ പോലത്തെ ചെടി വലിച്ചെടുക്കുകയാണ് വീട്ടിൽ കൊണ്ടുപോകാൻ, ചെടിച്ചട്ടിക്കകത്ത് വെക്കാൻ. ഇത് കണ്ടോ, മരം ഉണങ്ങി വീണതാണ്. അതിൻ്റെ വേരെത്രമാത്രം വിസ്താരത്തിലാണുള്ളതെന്ന്. അത്രയും മണ്ണും കൊണ്ടാണ് അത് വീണേക്കുന്നത്. ഇവിടെ എന്തുവാ കഴിക്കണമെന്ന് ആർക്കും വേണ്ട. അപ്പം ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് എന്ത് കഴിക്കണമെന്നാണ് ആലോചിക്കുന്നത്. വീട്ടിൽ പോയി ചോറും ചമ്മന്തിയും മുട്ടയും പൊരിച്ചതും കഴിക്കണോ? അതല്ല മക്ഡൊണാൾഡ്സ് കഴിക്കണോ? ബർഗർ കിങ് കഴിക്കണോ? KFC കഴിക്കണോ? അങ്ങനെ അവസാനം എല്ലാവരും എന്തുവാ തീരുമാനിച്ച് എന്ത് കഴിക്കണമെന്നാ? ബർഗർ കിങ്. അമ്മൂനും ബർഗർ കിങ്. പപ്പയ്ക്കോ? ചോറ് ചമ്മന്തി. പപ്പയ്ക്ക് ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതുമാണ് വേണ്ടത്. എനിക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കാൻ ഒരു ചെറിയ മടി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട തിരിച്ച് ഒരു റോഡ് കാണുന്നുണ്ടോ അവിടെ? അത് അഡിഡാസിന്റെ ഓഫീസാണ്. പിന്നെ ഗൈസ്, എന്റെ പിരികത്തില് താഴെ എന്തോ കടിച്ചു, എന്തോ കുത്തി. അപ്പൊ തൊട്ട് വേനെടുക്കുന്നേ എന്നും പറഞ്ഞോണ്ട്
ദോ അങ്ങ് കാണുന്നത് അഡിഡാസ് ക്യാമ്പസ് ആണ്. അങ്ങനെ നമ്മൾ കാർ നിർത്തിയെടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്യാം. ഇവിടെ 70 km/h സ്പീഡിലാണ് വണ്ടികൾ ചീറിപ്പാഞ്ഞു വരുന്ന സ്ഥലമാണ്. അപ്പം നമുക്കിനിയും പോവാം. നിങ്ങൾ ഈ കാണുന്നത് അഡിഡാസിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതിപ്പം എന്നിട്ട് കഴിക്കാൻ പോവാണ് ബർഗർ കിങ്ങിലോട്ട്. ഒരു മണിക്കൂറെന്ന് പറഞ്ഞൊരു 2 മണിക്കൂറിൽ കൂടുതൽ നടന്നു കേട്ടോ. നല്ല വിശപ്പുമുണ്ട്. അതുകൊണ്ട് ഇനി എന്തായാലും ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഓർഡർ ചെയ്യാണ് കേട്ടോ. എന്നാൽ ഞങ്ങളിനി കഴിച്ചിട്ട് വീട്ടിൽ പോട്ടെ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.